CPIM സംസ്ഥാന സെക്രട്ടറിയെ തള്ളി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പാളി. ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തോൽവി ഉറപ്പായെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ത്രിമാർക്ക് നേരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആലപ്പുഴ CPM ജില്ലാ നേതൃയോഗങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനം. ആലപ്പുഴയിൽ AM ആരിഫിനെ പരിഗണിച്ചതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. AM ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞില്ല. ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ആലപ്പുഴയിൽ തോൽവി ഉറപ്പായി. KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ആരിഫ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടേനെന്നും യോഗം വിലയിരുത്തി. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചതിലും വിമർശനമുണ്ടായി. ആലപ്പുഴയിൽ തോമസ് ഐസക്കും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും മത്സരിക്കണമായിരുന്നു. EP ജയരാജനെതിരെയും AK ബാലന് നേരെയും വിമർശനമുയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ ജാവദേക്കറെ കണ്ടെന്ന EP-യുടെ പ്രതികരണം BJPക്ക് ഗുണം ചെയ്തു. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ AK ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും വിമർശനമുണ്ടായി. വെള്ളാപ്പള്ളി നടേശനെതിരായ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായത്തെയും സെക്രട്ടേറിയറ്റ് തള്ളി. ഇടതുപക്ഷത്തോടൊപ്പമാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് പിഴവ് പറ്റിയിട്ടില്ല. പാർട്ടിക്ക് ഈഴവ വോട്ടുകൾ മാത്രമല്ല നഷ്ടമായത്. മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ ഉൾപ്പെടെ അടിസ്ഥാനവർഗം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്ന് അകന്നു. ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായെന്നും സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ ഇന്നും നാളെയുമായി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരും. ന്യൂസ് മലയാളം, ആലപ്പുഴ.